കർത്താവ് നിങ്ങളോട് കൂടെയും വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 16 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല. വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ പരസ്പരം പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്നും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്നും അവൻ നമ്മോട് പറയുന്നതിൻ്റെ അർത്ഥമെന്ത്? അവർ തുടർന്നു, അല്പസമയം എന്നതുകൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കുന്നത്? അവൻ പറയുന്നത് എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇക്കാര്യം അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് ഞാൻ പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതാ നിന്റെ മുമ്പിൽ നന്മയും തിന്മയും വെച്ചിട്ടുണ്ട്, ജീവനും മരണവും വെച്ചിട്ടുണ്ട്. ഇതിലേത് വേണേലും നിനക്ക് തിരഞ്ഞെടുക്കാം. നീ നന്മ തിരഞ്ഞെടുത്താൽ ജീവൻ, തിന്മ തിരഞ്ഞെടുത്താൽ മരണം. ഇതിലേത് വേണേലും നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഒരു കാര്യം ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? യു മേക്ക് എ റോങ് ചോയ്സ്, യു സഫർ ഫോർ ഇറ്റ്. നീ തെറ്റായ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയാൽ നീ തന്നെ സഹിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലത് തിരഞ്ഞെടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കണം. അതിനാവശ്യമായിട്ടുള്ള പ്രാർത്ഥനയും അതിനാവശ്യമായിട്ടുള്ള പരിത്യാഗ പ്രവൃത്തികൾക്കും ഒക്കെ നമ്മൾ തയ്യാറാകണം. പരിശുദ്ധ കന്യാമറിയത്തെ അലങ്കരിച്ച 10 സ്വർഗീയ പുണ്യങ്ങളിൽ ഒന്നാണ് നിരന്തരമായ ആശാനിഗ്രഹം. സ്വന്തം ഇഷ്ടത്തെക്കാളും സ്വന്തം താല്പര്യം, പദ്ധതി ഇതൊക്കെ നിറവേറണം എന്നതിനേക്കാൾ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറണം. അതിന് ഞാൻ എൻ്റെ പദ്ധതി വേണ്ടാന്ന് നോക്കണോ? എൻ്റെ താല്പര്യം ഉപേക്ഷിക്കണം. അതാണ് ആശാനിഗ്രഹം. വിശുദ്ധരൊക്കെ വിശുദ്ധരായത് ഈ ഒരു കാര്യം നിരന്തരം അവരുടെ ജീവിതത്തിൽ ചെയ്യാൻ തയ്യാറായതിലൂടെയാണ്. നമുക്കറിയാമല്ലോ, നമുക്കെപ്പോഴും നമ്മുടെ ശരീരം കൊതിക്കുന്ന കാര്യങ്ങളുണ്ട്, നമ്മുടെ സ്വാർത്ഥത ആവശ്യപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോകാതെ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഒരു പ്ലാനും പദ്ധതിയുമുണ്ട്. അത് നിറവേറണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടവരാണ്. പരിശുദ്ധ കന്യാമറിയം ഗർഭം ധരിക്കാനോ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനോ ആഗ്രഹിച്ചൊന്നുമല്ല. പക്ഷെ അവളോട് പറഞ്ഞു, നീ കാര്യം ചെയ്യണം. പരിശുദ്ധ കന്യകാമറിയത്തിന് എന്തെങ്കിലും ദുരുദ്ദേശമോ അല്ലെങ്കിൽ ദുർമോഹോ സ്വാർത്ഥമോഹോ എന്തെങ്കിലും ഉണ്ടായിട്ടാണോ? ഒന്നുമല്ല. പക്ഷെ അവളോട് ദൈവം ആവശ്യപ്പെട്ട കാര്യം ചില കാണാൻ സാധിക്കും. അവരവരുടെ ഉദ്ദേശം നടക്കണം, ആഗ്രഹം നിറവേറണം. അതിനിങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇടയ്ക്കൊരു ചോദ്യം ചോദിക്കും, ഇതിനകത്ത് തന്നെ കുഴപ്പം, അല്ല ഞാനിങ്ങനെ ചെയ്യുന്നതിനകത്ത് എന്താ തെറ്റ്? അങ്ങനെയാണ് പരിശുദ്ധ കന്യാമറിയത്തിന് എത്ര പ്രാവശ്യം ചോദിക്കാൻ പറ്റിയേനെ, ഞാൻ എന്തെങ്കിലും തെറ്റായ കാര്യം മോഹിച്ചിട്ടുണ്ടോ, ആഗ്രഹിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഞാനിത് ചെയ്യുക? ഇവിടെയാണ് വിശുദ്ധ അൽഫോൻസസ് ലിഗോരി പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നിന്റെ ഇച്ഛ, വിൽ, അത് ഉപേക്ഷിക്കുമ്പോൾ നീ നിന്നെ തന്നെ പരിത്യജിക്കുക. നിന്റെ ഇച്ഛ ദൈവത്തിന് കൊടുക്കുമ്പോൾ നീ നിന്നെ തന്നെ കൊടുക്കുകയാണ്.
നമ്മുടെ അലമാരിക്കകത്തിരിക്കുന്ന വസ്ത്രങ്ങളിൽ ഒന്നോ രണ്ടോ എടുത്ത് പാവപ്പെട്ടവർക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാൻ ഇത്രയും വേദനയൊന്നും നമ്മൾ എടുക്കേണ്ടി വരില്ല. നമുക്ക് ആവശ്യത്തിലേറെ ഭക്ഷണമുള്ളപ്പോൾ അതിനകത്തുനിന്ന് ഒരു തവി ചോറെടുത്ത് ഇച്ചിരി കറിയൊക്കെ ആയിട്ട് ഒരു ഭിക്ഷക്കാരന് കൊടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും സഹിക്കേണ്ടി വരില്ല. അതിൻ്റെ പേര് നമ്മൾ പട്ടിണി കിടക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ ഇച്ഛ കൊടുക്കുന്നത് അത് ശരിക്കും നമുക്ക് വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അത്രയും സ്നേഹം ദൈവത്തോട് നമുക്കില്ല എങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ മുമ്പിലുള്ള ഒരു ചോയ്സ് ഏത് വേണേലും തിരഞ്ഞെടുക്കാം. നിനക്ക് വേണ്ടത് താൽക്കാലികമായിട്ടുള്ള സുഖവും നേട്ടവുമാണോ? പാപജീവിതം നയിക്കാം, അത് നിനക്കത് സമ്മാനിക്കും. പക്ഷെ അതിൻ്റെ റിസൾട്ട് നീ മനസ്സിലാക്കിക്കോണം, അത് നിന്നെ നിത്യനാശത്തിലേക്ക് നയിക്കും. ഈ മരണാനന്തര ജീവിതം ഭൂമിയിലെ ജീവിതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കടൽ തീരത്ത് കിടക്കുന്ന ഒരു തരി മണൽ പോലെ, അല്ലെങ്കിൽ കടലിലെ വെള്ളത്തിൽ ഒരു തുള്ളി വെള്ളം പോലെ, അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനേക്കാൾ വലിയ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ചെറിയ ത്യാഗമെടുക്കാനോ നഷ്ടമെടുക്കാനോ നമ്മൾ ഒരു അവസരം വരുമ്പോൾ അതെടുക്കാൻ തയ്യാറാകും. വേണമെങ്കിൽ പാപത്തിൻ്റെ താൽക്കാലിക സുഖം, അതിൻ്റെ പരിണിതഫലമായിട്ട് കിട്ടുന്നത് നിത്യനാശം. വേണമെങ്കിൽ സഹനത്തിൻ്റെ താൽക്കാലികമായിട്ടുള്ള ഒരു ക്ലേശം അതെടുക്കാൻ പറ്റും. അത് സന്തോഷത്തോടെ എടുക്കുകയാണെങ്കിൽ അനുപമമായ മഹത്വം. ഇതാണ് നമ്മൾ 2 കൊരിന്തോസ് 5-ാം അധ്യായം 17 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. സഹനം ക്ഷണികമാണ്, പക്ഷെ അവിടെ കിട്ടുന്നതോ അനുപമമായ മഹത്വം. ഇതിലേത് വേണം നമുക്ക് നമ്മുടെ തീരുമാനമാണ്. നമുക്ക് നല്ലത് തിരഞ്ഞെടുക്കണമെങ്കിൽ നല്ലത് തിരഞ്ഞെടുക്കാം. മരണത്തിലേക്ക് നമ്മളെ നയിക്കുന്ന താൽക്കാലിക സുഖവും നേട്ടവും പാപസുഖം അത് തിരഞ്ഞെടുക്കണമെങ്കിൽ അത് നമുക്ക് തിരഞ്ഞെടുക്കാം. നമുക്കതിന് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ കൃത്യം ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഗലാത്യർ 6-ാം അധ്യായം 7 മുതൽ വായിക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നിനക്ക് വേണമെങ്കിൽ ജഡത്തിനായി വിതയ്ക്കാം. ഇതൊരു പാപജീവിതമാണ്. ജഡം പറയും പോലെ ജീവിക്കുക, ജഡം കൊതിക്കും പോലെ ജീവിക്കുക, നിനക്കും അതാകാം. പക്ഷേ അതിൻ്റെ ഫലം എന്താണ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. നീ മരിക്കും. നിനക്ക് ആത്മാവിനായി വിതയ്ക്കണമെങ്കിൽ വിതയ്ക്കാം, അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അത് നീ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നിത്യജീവനായിരിക്കും. ഇതിലേത് വേണം? നിന്റെ തീരുമാനം എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇന്നത്തെ ആദ്യവാനിയിൽ നമ്മൾ കണ്ടു, പൗലോസും അതുപോലെ തന്നെ അക്വീല, പ്രിഷീല എന്നീ വ്യക്തികൾ, അതുപോലെ മറ്റ് ശിഷ്യന്മാർ, അവരെല്ലാം ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം, വചനം എടുക്കുക, വചനം കൊടുക്കുക. അപ്പോസ്തല പ്രവർത്തനം 6-ാം അധ്യായത്തിൽ പത്രോസ് ആത്മാവിൽ നിറഞ്ഞു പറയുന്ന ഒരു കാര്യം, നമുക്ക് ഈ വചന ശുശ്രൂഷ വിട്ടിട്ട് തീന്മേശ ശുശ്രൂഷയ്ക്ക് നമ്മൾ പോകരുത്. ഒന്ന് ചിന്തിച്ച്, നമുക്ക് ദൈവവചനം നൽകുവാനായിട്ട് വിളിക്കപ്പെട്ട ഒരു വൈദികൻ ഇപ്പോൾ പശുവിനെയൊക്കെ വളർത്തി, അല്ലെങ്കിൽ അതിൻ്റെ പാലുമൊക്കെ വിറ്റ് അതിൻ്റെ വരുമാനമൊക്കെ നേടി അങ്ങനെ ജീവിക്കുക, എന്തൊരു പരിതാപകരം. ഇത് വൈദികരെക്കുറിച്ചും സിസ്റ്റേഴ്സിനെ കുറിച്ചും മാത്രം ചിന്തിക്കേണ്ടതല്ല. ദൈവമക്കളായി നമ്മുടെ ഒരു കടമയാണ് വചനം എടുക്കുക, വചനം കൊടുക്കുക, വചനത്തിൽ വളരുക. ഏതെങ്കിലും വിധത്തിൽ സുവിശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദുരിതം എന്നുള്ളത് പൗലോസ്ലീഹ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. 1 കൊരിന്തോസ് 9-ാമത്തെ വചനം വിസ്മരിച്ച് നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? അപ്പം അതുകൊണ്ട് ദൈവവചനം, ബൈബിൾ വായിക്കുന്നത്, വചനം കേൾക്കുന്നത്, ആ വചനം മറ്റുള്ളവർക്ക് നൽകുന്നത്, വചനം പ്രചരിപ്പിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. അങ്ങനെ ഒരു കാര്യം സാധ്യമായാൽ നമുക്ക് കിട്ടുന്ന സംരക്ഷണം ചെറുതൊന്നുമല്ല. സുഭാഷിതങ്ങൾ 30-5 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, തന്നിൽ ആശ്രയിക്കുന്നവരെ കർത്താവിൻ്റെ വചനം അവർക്ക് കവചമായി മാറി അവരെ സംരക്ഷിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നത്, വചനത്തിൽ ആശ്രയിക്കുന്നത് നമുക്ക് വലിയ സുരക്ഷിതത്വം നൽകും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കടമ മനസ്സിലാക്കി അത് നിറവേറ്റി ജീവിക്കാനുള്ള ഒരു ശ്രദ്ധ
നമ്മുടെ ഭാഗത്തു നിന്നും വരട്ടെ. നമ്മൾ ദൈവവുമായിട്ട് ആലോചന ചെയ്തെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുമ്പോൾ പ്രാർത്ഥിച്ച് എടുക്കാവൂ. അങ്ങനെയെങ്കിൽ അത് ദൈവത്തിൻ്റെയും കൂടെ തീരുമാനമായിരിക്കും. അവിടെ ദൈവാനുഗ്രഹം ഉണ്ടാവും. അത് നമ്മെ നന്മയിലേക്ക് നയിക്കും. ഈ ബോധ്യത്തോടെ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അഭിഷേകത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.